മറ്റൊരു മത്സരത്തിൽ ലീഡ്സിനെതിരെ കഷ്ടപ്പെട്ട് ജയിച്ച സിറ്റി ചെൽസിയെ പിന്തള്ളി രണ്ടാം സ്ഥാനത്തേക്ക് കയറി. സിറ്റിക്കായി യുവതാരം ഫിൽഫോൾഡൻ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ പ്രതിരോധ താരം ഗാർഡിയോൾ പട്ടിക പൂർത്തിയാക്കി. തുടർ തോൽവികൾക്ക് ശേഷം എവേ മത്സരത്തിൽ വെസ്റ്റ് ഹാമിനെ 2 ഗോളിന് തോൽപ്പിക്കാൻ സാധിച്ചത് ലിവർപൂളിന് നൽകുന്ന ആശ്വാസം ചെറുതായിരിക്കില്ല. ഈ വിജയത്തോടെ അവർ 8ാം സ്ഥാനത്തേക്ക് കയറി. ക്രിസ്റ്റൽ പാലസിനെ 2-1 തോൽപ്പിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഈ ആഴ്ച വിജയം കണ്ടപ്പോൾ സ്വന്തം ഗ്രൗണ്ടിൽ ഫുൾഹാമിനോട് അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങി ടോട്ടൻഹാം 12ാം സ്ഥാനത്തേക്ക് വീണു. സീസണിൽ മികച്ച പ്രകടനം തുടരുന്ന സണ്ടർലാൻഡ് 3-2 ബേൺമൌത്തിനെ തകർത്തപ്പോൾ വോൾസിനെ എതിരില്ലാത്ത ഒരു ഗോളിന് കീഴടക്കി ആസ്റ്റൺ വില്ല ചെൽസിക്ക് താഴെ 4ാം സ്ഥാനത്ത് ഇരിപ്പുറപ്പിച്ചു. നോട്ടിംഗ്ഹാമിനെ 2 ഗോളിന് തോൽപ്പിച്ച ബ്രൈറ്റനും സണ്ടർലാൻഡിനും 22 പോയിന്റ് ഉണ്ടെങ്കിലും ഗോൾ വ്യത്യാസത്തിൽ സണ്ടർലാൻഡിനെ 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളി ബ്രൈറ്റൺ 5ാം സ്ഥാനത്തെത്തി. സീസണിൽ ഇതുവരെ ഒരു ജയം പോലും നേടാനാവാതെ 13 മത്സരങ്ങളിൽ 2 പോയിന്റ് മാത്രം നേടി വോൾസ് ആണ് പോയിന്റ് ടേബിളിലെ ഏറ്റവും പിന്നിൽ. 11-10 പോയിന്റുകൾ നേടി ലീഡ്സും ബേൺലിയും യഥാക്രമം 18-19 സ്ഥാനങ്ങളിലുണ്ട്. ആസ്റ്റൺ വില്ല 4ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നതും ടോട്ടൻഹാമിന്റെ പരാജയവും ടൈറ്റിൽ പോരാട്ടത്തിൽ ആഴ്സണലിന്റെ ലീഡ് കുറയ്ക്കാൻ സിറ്റിക്ക് കഴിഞ്ഞതും ഈ ആഴ്ചയെ ശ്രദ്ധേയമാക്കി. അടുത്ത റൗണ്ട് മത്സരങ്ങൾ യൂറോപ്യൻ സ്ഥാനങ്ങൾക്കുള്ള പോരാട്ടത്തിൽ കൂടുതൽ നിർണായകമായേക്കാം.